ഇന്നലെ MLA ഓഫീസ് പൂട്ടി പ്രവർത്തകർ പോയിരുന്നു. ഇപ്പോൾ MLA ഓഫീസ് തുറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. MLA ഓഫീസ് തുറന്നു, പക്ഷേ MLA കാണാനില്ല. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ചിത്രം മാത്രമാണ് MLA ഓഫീസിലുള്ളത്. അവിടെ MLA കാണാനില്ല. വിവാദത്തിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് തുറക്കുകയാണ്. ഇന്നലെ ഓഫീസ് അടച്ചുപൂട്ടിയിരുന്നു. നാട്ടിലില്ല, ഓഫീസിലില്ല, വീട്ടിലില്ല എന്നുള്ളതാണ്. നമുക്കിപ്പം അഷ്കറുണ്ട്. അഷ്കർ, ഇപ്പോൾ MLA ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷേ MLA കാണാനില്ല. എന്തെങ്കിലും വിവരം MLAയെ കുറിച്ച് അവിടെയുള്ളവർക്ക് അറിയാമോ? നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. MLA ഓഫീസ് തുറന്നതല്ലേ, ആദ്യത്തെ ചോദ്യം MLA എവിടെ എന്നുള്ളതാണ്. അതിന് അവർ മറുപടി പറയേണ്ടി വരും. രാഹുൽ, അല്പസമയം മുമ്പാണ് ഇന്നലെ രാത്രി അടച്ചിട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLAയുടെ ഓഫീസ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇവിടെ MLAയുടെ ഓഫീസിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഓഫീസ് അടയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും ജീവനക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഓഫീസ് അടച്ചിരുന്നു പറഞ്ഞു, രാഹുലിനെ കാണാനല്ലോ എന്ന് പറയുന്നു. എന്തായി? അല്ല, സാധാരണ 5 മണിക്ക് നമ്മൾ ഓഫീസ് അടയ്ക്കാറുള്ളതാണ്. രാവിലെ 9:30 ആകുമ്പോൾ ഓഫീസ് തുറക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്നും നടന്നിട്ടുള്ളത്. MLA എവിടെയാണെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെ, MLA ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. വൈകിട്ടേരത്ത് ഞങ്ങൾ ഒരു 12 മണിയോട് ഒരുമിച്ച് കണ്ടിരുന്നതാണ്. രാത്രി 12 മണിയോട്? അല്ല, രാത്രിയല്ല, പകല് 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. രാത്രിക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, ഞാൻ വൈകിട്ട് ഒരു പ്രാവശ്യം ശ്രമിച്ചിരുന്നു, പിന്നെ ശ്രമിച്ചിട്ടില്ല. വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. രാവിലെ എവിടെയെന്നുള്ള വല്ല അറിവുണ്ടോ? ഇല്ല, ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിയുന്നതും, പിന്നെ ശ്രമിച്ചിട്ടില്ല. രാഹുൽ മുങ്ങി എന്നുള്ള രീതിയിലൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം തുറന്നതാണോ ഇന്ന്, അതോ? അല്ല, സാധാരണ ഞങ്ങളൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ ഓഫീസ് തുറക്കുക. വൈകിട്ട് 5 മണിയാകുമ്പോൾ അടയ്ക്കുന്നതാണ്. അപ്പോൾ വൈകിട്ട് 5 മണിക്ക് ഇന്നലെ അടച്ചു. രാവിലെ 9:30 ആകുമ്പോൾ ഓഫീസ് പതുപോലെ തുറന്ന് പ്രവർത്തനം തുടങ്ങുന്നു. ഇല്ലാത്തപ്പോഴൊക്കെ അങ്ങനെ തന്നെ? എപ്പോഴും അങ്ങനെയാണ്. മുമ്പ് ഇതേപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ കീഴ്വഴക്കം തുറന്നിട്ടുണ്ട്. അത് തെറ്റിച്ചിട്ടില്ല. ആർക്കെങ്കിലും അറിയോ? നമുക്ക് ആർക്കെങ്കിലും? ഇല്ല, അറിവില്ല. അരുൺ, ഈ പറഞ്ഞ പോലെയാണ് രാഹുൽ എവിടെയാണെന്നതിനെക്കുറിച്ച് അവർക്കും ഇതുവരെ വിവരമൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തുറക്കാറുണ്ട്, വൈകുന്നേരം 5 മണിക്ക് അടയ്ക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നും ഓഫീസ് തുറന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം അവർക്കും രാഹുലിനെ ബന്ധപ്പെടാനോ ഇല്ലെങ്കിൽ രാഹുൽ എവിടെയാണെന്നതിനെക്കുറിച്ചോ അവർക്കും വിവരങ്ങളോ ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ വിവരങ്ങളുമില്ല. നിലവിൽ എന്നും തുറക്കുന്നത് പോലെ തങ്ങളെ ഏൽപ്പിച്ച ജോലി തങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് രാഹുലിൻ്റെ ഓഫീസിലെ ജീവനക്കാർ പറയുന്നത്. ഇതുവരെ മറ്റാർക്കും, നമ്മൾ DCC പ്രസിഡന്റ് കണ്ടിരുന്നു, DCC പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ്, തങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ മറുപടി. ഓക്കെ, അപ്പോൾ പാവം MLA ഓഫീസിൽ ജീവനക്കാർ എന്ത് വിളിച്ചു? അവർ ഇന്നലെ 12:30 വരെ കണ്ടു. വൈകുന്നേരം അവിടുത്തെ ഫോണിൽ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു. രാത്രിയിൽ വൈകുന്നേരം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് MLA ഓഫീസിൽ ജീവനക്കാർ പറയുന്നത്. പാലക്കാട്ട് MLA ഓഫീസിലെ ജീവനക്കാർ MLA ഓഫീസ് തുറക്കുന്നു. MLA എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് MLA ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്ന് MLAയുടെ തന്നെ ജീവനക്കാർ പറയുന്നു. MLA ഒളിവിൽ. ഗോകുൽനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽനാഥ്, പാലക്കാട് ഓഫീസിലില്ല, ഇനി പത്തനംതിട്ട ഭാഗത്തേക്ക് എങ്ങാണ്ട് രാഹുൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് തന്നെയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്താണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ ദൃശ്യങ്ങൾ? അവിടെ കനത്ത പോലീസ് ബന്ദോബസ്താണെന്ന് തോന്നുന്നു. ഇന്ന് അവിടത്തേക്ക് യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധ മാർച്ചുണ്ടെന്നും കേട്ടു ഗോകുൽ. അരുണെ, രാവിലെ 10 to 12 മണിക്കകത്ത് SFI അടക്കമുള്ള യുവജന സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏനാത്ത് പോലീസും അടൂർ പോലീസുമാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. 40ഓളം പോലീസുകാരാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഡ്യൂട്ടിയിലുള്ളതെന്നുള്ളതാണ്. വീടിനോട് ചേർന്നുള്ള ഇടവഴി, ഈ വഴിയാണ് രാഹുലിൻ്റെ വീട്ടിലേക്ക് കയറുന്നത്. ആ വഴിയിലാണ് ഇപ്പോൾ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 10 മണിയോടുകൂടി അടുപ്പിച്ച് ഇപ്പോൾ SFIയുടെയും മറ്റ് യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ മാർച്ച്, DYFIയുടെ അടക്കം നേതൃത്വത്തിൽ വലിയ മാർച്ച് വേദിയാകുകയും ചെയ്യും. എന്തായാലും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണമായി ആദ്യം വരുന്ന സമയത്ത് തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. ആ വലിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കനക്കുകയും ചെയ്തതാണ്. അത്തരത്തിലൊരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ സുരക്ഷ ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കനത്ത
സുരക്ഷയിലാണ് രാഹുലിന്റെ വീടുള്ളത്. രാഹുൽ നിലവിലിപ്പോൾ വീട്ടിലുള്ളത് അമ്മയും സഹോദരിയും മാത്രമാണ്. പോലീസുകാർ അകത്തേക്ക് കയറിപ്പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും രാഹുലോ അനുയായികളോ മറ്റാരെങ്കിലുമോ ഈ പ്രദേശത്തേക്ക് ഇന്ന് രാവിലെ മുതൽ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം രാവിലെ രാഹുൽ അടക്കമുള്ളവർ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ ഈ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയില്ല, അന്ന് പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ടെത്തിയത്. ഇപ്പോൾ പരാതിയായി കഴിഞ്ഞു. ബലാത്സംഗ കേസിലെ പ്രതിയാണ്. അയാളെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് നേതാക്കൾക്ക് എത്തുന്നതിന് അല്പം നാണക്കേടുണ്ടാവും. പരോക്ഷമായിട്ടൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അവർ പോലും ഇന്നിപ്പോൾ അവരുടെ നിലപാട് മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നിവൃത്തികേടുകൊണ്ട് MP അടക്കമുള്ളവരുടെ ചില പ്രസ്താവനകൾ നമ്മൾ കേട്ടു. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വീട്ടിൽ അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ. നമുക്ക് അവരുടെ സ്വകാര്യതയുണ്ട്. ഒരു കാരണവശാലും നമുക്ക് അവരുടെ ചിത്രങ്ങൾ നമ്മുടെ ക്യാമറയിൽ അബദ്ധവശാൽ പോലും പതിയരുത് എന്നുള്ളതാണ് നമുക്ക് ക്യാമറമാനോടും വീഡിയോ ജേർണലിസ്റ്റിനോടും പറയാനുള്ളത്. കാരണം ആ വിഷയത്തിൽ അവരൊന്നും അതിൽ തെറ്റുകാരെയല്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെയുള്ള ഒരു ആക്ഷേപമായിട്ടാണ് ഇപ്പോൾ ഇത് ഉയർന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നെല്ലിമുകളിലുള്ള പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്, ഒപ്പം പാലക്കാട്ടെ MLA ഓഫീസ്. MLA ഓഫീസ് തുറന്ന് ചോദിക്കുന്നു, MLA എവിടെ? ഞങ്ങൾക്കറിയില്ല, ഇന്നലെ രാത്രി മുതൽ വിളിച്ച് കിട്ടുന്നില്ല എന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ നിന്ന് ജീവനക്കാർ ഇപ്പോൾ നൽകുന്നത്.